തീവണ്ടി 2 മണിക്കൂറോളം വൈകി. എല്ലാം തകിടം മറിഞ്ഞു കിടക്കുന്ന ഒരു കേന്ദ്രഭരണത്തിന്റെ കീഴിൽ തീവണ്ടി മാത്രമായിട്ട് എന്തിനു വൈകാതിരിക്കണം എന്നൊരു പക്ഷേ റെയിൽവേ അധികൃതരും കരുതിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ സമരം കഴിയുന്നതിന് മുൻപ് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു എന്നത് മാത്രമാണ് ഇപ്പോ ഞാൻ ചിന്തിക്കുന്നത്. ഈ സമരത്തിന് ആധാരമായിട്ടുള്ള അതീവ ഗൗരവകരമായ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നമ്മുടെ ഈ സമരത്തിൽ സഖാക്കൾ തൊണ്ടപൊട്ടുമാറു ചത്തിൽ ഇവിടെ വിളിച്ച ഒരു മുദ്രാവാക്യം കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നതാണ്. ഇത് CPIM-ന്റെ മാത്രം ഒരു മുദ്രാവാക്യമല്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പതാകകളുടെ നിറഭേദങ്ങൾക്ക് പുറത്ത് നമ്മുടെ നാട് ഏകസ്വരത്തിൽ ഇപ്പോൾ ചോദിക്കുന്നത് ഈ കേരളം എന്ന സംസ്ഥാനം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യമാണ്. സത്യത്തിൽ വിഘടനവാദ മുദ്രാവാക്യങ്ങൾക്ക് വളരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ കേരളത്തിൽ കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുകയാണ്. കേരളത്തിൽ എന്തുകൊണ്ട് ഒരു വേറിട്ടു പോകൽ വാദം ഉയരുന്നില്ല എന്ന് സംശയിക്കുന്നവരുണ്ട്. കേരളം ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണം എന്ന മുദ്രാവാക്യം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉയരാത്തത് എന്ന് സംശയിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഒറ്റ കാരണമേയുള്ളൂ, അത്തരം വേറിട്ടു പോകൽ മുദ്രാവാക്യങ്ങൾക്ക് വിഘടനവാദപരമായ ചിന്താഗതികൾക്ക് ഒട്ടും പിന്തുണ നൽകാത്ത എല്ലാ വേറിട്ടു പോകൽ വാദത്തെയും എതിർക്കുകയും രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന CPIM-ന്റെ സ്വാധീനം കാരണമാണ് കേരളത്തിൽ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരാത്തത് എന്നതാണ് വസ്തുത. പക്ഷേ അത്തരം ചിന്താഗതികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടർച്ചയായി സ്വീകരിക്കുന്നത്. CPIM-ന് ആഴത്തിൽ കേരളത്തിലില്ലാത്ത ഒരു നാടായിരുന്നു കേരളമെങ്കിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ പോരാട്ടങ്ങൾ ഉയർന്നു വരുമായിരുന്നു. അത്തരമൊരു അപകടത്തിലേക്ക് നമ്മുടെ നാട് പോകാതിരിക്കാൻ കാരണം എല്ലാ കാലത്തും വിഘടനവാദ നിലപാടുകളെയും വേറിട്ടു പോകൽ മുദ്രാവാക്യങ്ങളെയും എതിർത്ത ദേശീയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നമ്മുടെ എന്നതുകൊണ്ടും നമ്മുടെ സംസ്ഥാനം ഈ മണ്ണിൽ ആഴത്തിൽ വേരോടിയിട്ടുണ്ട് എന്നതുകൊണ്ടുമാണ് സത്യത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാഗമായി തന്നെ കേരളം ഇപ്പോഴും തുടരാനുള്ള കാരണം എന്നത് വസ്തുതയാണ്. കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഞങ്ങൾ കണ്ണൂരിലായിരുന്നു. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ഉച്ചസമയത്ത് വിഖ്യാതനായ കഥാകാരൻ ശ്രീ ടി പത്മനാഭനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശിക്കുകയുണ്ടായി. ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം ടിവിയിൽ കേന്ദ്ര ബജറ്റ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബജറ്റ് അവതരണം തത്സമയം ടെലിവിഷനിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹം ടെലിവിഷന്റെ വോളിയം കുറച്ച് അതീവ രോഷാകുലനായി അദ്ദേഹം പറഞ്ഞ ആദ്യ വാചകം കേരളം എന്ന ഇന്ത്യയിലല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ടി പത്മനാഭൻ CPIM-കാരനല്ല, മലയാളികളുടെ അഭിമാനമായ എഴുത്തുകാരനാണ്, കഥാകാരനാണ്. രാഷ്ട്രീയമായി അദ്ദേഹം കോൺഗ്രസ് ആണ് എന്ന് ആവർത്തിച്ച് പറയാറുണ്ട്. പക്ഷെ കോൺഗ്രസ് ആണ് തന്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ ടി പത്മനാഭൻ എന്ന എഴുത്തുകാരൻ എല്ലായ്പ്പോഴും പുരോഗമനോന്മുഖമായ നിലപാടുകളെ പിന്തുണച്ചിട്ടുണ്ട്, അതിന്റെ മുൻപിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് കേന്ദ്രമന്ത്രിയുടെ ബജറ്റ് അവതരണം കണ്ട് ആദ്യം നടത്തിയ പ്രതികരണം കേരളം എന്ന ഇന്ത്യയിലല്ലേ എന്നാണ്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം പിറ്റേ ദിവസം തന്നെ ദേശാഭിമാനിയുടെ ആദ്യ പേജിൽ അദ്ദേഹത്തിന്റെ ചിത്രം സഹിതം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് ഓരോ മലയാളിയുടെയും ഉള്ളിലുണ്ടായ സ്വാഭാവികമായ തോന്നലാണ്. ഇതിന് കക്ഷി രാഷ്ട്രീയ ബന്ധമില്ല. കേരളം എന്ന ഈ നാട്ടിൽ ജനിച്ചു വളർന്ന എല്ലാ മനുഷ്യരുടെയും എല്ലാ മലയാളികളുടെയും ഹൃദയവികാരമാണ്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ചോദ്യമാണ്, മുദ്രാവാക്യമാണ് ഈ നാട് ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നു? കേന്ദ്ര ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ കേരളം എന്നൊരു പദമില്ല, ഒരു വാക്കില്ല. ആ 3 അക്ഷരം
കേന്ദ്ര ബജറ്റിലില്ല. കേരളത്തിന് ഒരു പദ്ധതിയുമില്ല. പുതിയ ഏതെങ്കിലും കേന്ദ്ര പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേരളത്തിൽ നടപ്പാക്കപ്പെടുന്ന പദ്ധതികൾ കേന്ദ്രത്തിന്റെ വിഹിതം വീണ്ടും വീണ്ടും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കേരളം എന്ന മൂന്നക്ഷരങ്ങൾ പരാമർശിക്കാൻ കഴിഞ്ഞാത്ത ഒരു ബജറ്റ് എങ്ങനെ നമുക്ക് അംഗീകരിക്കാനാവും? കേരളത്തിൽ നിന്ന് നികുതിയെല്ലാം തിരിച്ചു കൊണ്ടുപോകും. അതിനൊരു കുറവുമില്ല. 1 രൂപ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ആനുപാതികമായി ഉത്തർപ്രദേശിന് 2 രൂപയോളം തിരിച്ചു കൊടുക്കും. കേന്ദ്ര വിഹിതം, വിവിധ ഗ്രാന്റുകൾ, ബജറ്റ് വിഹിതം, ഇങ്ങനെയെല്ലാമുള്ള കേന്ദ്ര സഹായങ്ങളുടെ രൂപത്തിൽ തിരിക്കുന്ന നികുതിയുടെ ഇരട്ടിയോളം ഉത്തർപ്രദേശിന് കൊടുക്കും. ബീഹാർ 1 രൂപ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ 7 രൂപ തിരികെ കൊടുക്കും. അങ്ങനെ സഹായിക്കണം. സഹായിക്കരുത് ബീഹാറിനെയും UP യെയും എന്നല്ല CPIM-ന്റെ വാദം. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ കേന്ദ്രം കൈയയച്ച് സഹായിക്കണം. കേന്ദ്രം ഗ്രാന്റ് കൊടുക്കണം. അപ്പൊ UP യെയും ബീഹാറിനെയും സഹായിക്കുന്നതിന് നമ്മളെതിരല്ല. പക്ഷെ കേരളത്തോടോ ഉത്തർപ്രദേശിന് 1 രൂപയ്ക്ക് പകരം 2 രൂപയും ബീഹാറിന് 1 രൂപയ്ക്ക് പകരം 7 രൂപയും കൊടുക്കുമ്പോൾ കേരളത്തിൽ നിന്ന് 1 രൂപ നികുതിയായി തിരിച്ചും ആനുപാതികമായി കൂടുതലൊന്നും വേണ്ട. ആ 1 രൂപയെങ്കിലും തിരിച്ചു തരുന്നത് കേന്ദ്രത്തിന്റെ 1 നയാ പൈസ പോലും അധികമായി വേണ്ട. ഈ കേരളത്തിൽ നിന്നും വിവിധ നികുതി ഇനങ്ങളിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നതിന് തത്തുല്യമായ തുകയെങ്കിലും കേരളത്തിൽ വരട്ടെ. മലയാളി അടയ്ക്കുന്ന നികുതിയെങ്കിലും തിരികെ തരണ്ടേ. ബീഹാറിന് നിങ്ങൾ 7 ഇരട്ടി കൊടുക്കുന്നു, UP-ക്ക് 2 ഇരട്ടി കൊടുക്കുന്നു. ആനുപാതികമായി എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും നിങ്ങൾ പരിഗണിക്കുന്നു. കേരളത്തിൽ നിന്ന് 1 രൂപ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന്റെ പകുതി പോലും നമുക്ക് തിരികെ തരുന്നില്ല. അതാണ് വസ്തുത. കൊള്ളയടിക്കുകയാണ് കേരളത്തെ. കേന്ദ്ര സർക്കാർ കേന്ദ്ര കൊള്ളക്കാരായി മാറിയിരിക്കുന്നു. അപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് കേന്ദ്ര അവഗണന എന്നത് പുതിയ കാര്യമാണോ? അത് ശരിയാണ്, പുതിയതല്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നീതീകരിക്കാനാവാത്ത നിരന്തരമായ അവഗണന നമ്മുടെ നാടിന് ഏറ്റുവാങ്ങേണ്ടതായി വന്നു. പ്രധാനപ്പെട്ട കാലയളവ് ഉദ്ധരിച്ചത് കോൺഗ്രസാണ്. 5 പതിറ്റാണ്ടിലധികം ഭരിക്കും. കേരളം പരിഗണിക്കപ്പെട്ടില്ല, സത്യമാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഒക്കെ കേരളം നിരന്തരം അവഗണിക്കപ്പെട്ടു. കോച്ച് ഫാക്ടറി ഇപ്പോഴും കടലാസിലാണ്. ഇതെല്ലാം നമുക്കറിയാം. 7-8 കേന്ദ്രമന്ത്രിമാർ ഈ കേരളത്തിൽ നിന്നും കേന്ദ്രത്തിൽ പോയി ഭരണം നടത്തിയിരുന്നു. കോൺഗ്രസിന്റെ സമന്വയരായ നേതാക്കന്മാർ AK ആന്റണിയും വയനാടിനെയും ഉൾപ്പെടെ ക്യാബിനറ്റ് റാങ്കോടുകൂടി അധികാരത്തിൽ നിന്ന കാലത്ത് കേരളം അവഗണിക്കപ്പെട്ടു എന്നത് വസ്തുതയാണ്. അന്നെല്ലാം കേന്ദ്ര അവഗണനയ്ക്കെതിരെ നിരന്തരം നാം സമരം ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര വെയിൽ കൊണ്ടു, നമ്മൾ എത്ര ജാഥ നടത്തി, എത്ര കേസുകളിൽ പ്രതിയായി ഈ നാടിനു വേണ്ടി. കേന്ദ്ര അവഗണന എന്നത് ദീർഘകാല ചരിത്രമുള്ള ഒരു മുദ്രാവാക്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇപ്പൊ കേന്ദ്ര അവഗണനയല്ല, അവിടെയാണ് പ്രശ്നം. കോൺഗ്രസ് നമ്മെ അവഗണിച്ചവരോട് അനീതി കാണിച്ചു. നാടിന്റെ വികസന സ്വപ്നങ്ങളെ തുറക്കം പിടിച്ചു. കേന്ദ്ര രാഷ്ട്രീയാധികാരം കൈയാളിക്കൊണ്ട് മലയാളിക്കെതിരായ നിലപാട് സ്വീകരിച്ച പ്രമുഖരാണ് ആന്റണിയും വയനാടിനെയും അല്ല, ഒരു സംശയവുമല്ല. എന്നാൽ ഇപ്പൊ കേന്ദ്ര അവഗണനയുമല്ല, ഇപ്പോ കേരളത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമാണ്. മലയാളിക്കെതിരെ ഒരു യുദ്ധം നടക്കുന്നു, കേന്ദ്ര ഗവൺമെന്റിന്റെ യുദ്ധം. ഇതിനെ അവഗണന എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചാൽ വിഷയങ്ങളുടെ ഗൗരവം കുറച്ചു കാണിക്കലായി പോകും എന്ന് നാം കാണണം. ഇതൊരു യുദ്ധമാണ്, മലയാളിക്കെതിരായ യുദ്ധം. മലയാളിയെ പട്ടിണിക്കിട്ട് സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തി ഈ നാടിനെ തകർന്നു കളയാനുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായ യുദ്ധപ്രഖ്യാപനമാണ് ഈ നാടിനോട് നടത്തുന്നത്. മനസാക്ഷിയുള്ള ഒരാൾക്ക് അംഗീകരിക്കാനാവാത്ത നിറികേടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്നത്. ഇപ്പോ മുണ്ടക്കൈ ദുരന്തമുണ്ടായി, വയനാട്. കണ്ണടച്ചു തുടങ്ങുന്ന സമയം കൊണ്ട് ഒരു അർദ്ധരാത്രിയിൽ ഒരു ഗ്രാമം ഇല്ലാതെയായി. 100 കണക്കിന് മനുഷ്യർ
ഇപ്പോഴും കൃത്യമായി കണക്കാക്കാൻ പോലുമായിട്ടില്ല. മൃതശരീരം കിട്ടാത്തത്, ചതഞ്ഞറിഞ്ഞ ശരീര ഭാഗങ്ങൾ, കയ്യും കാലുമൊക്കെയായി എത്രമാത്രം ഹൃദയഭേദകമായ ഒരു അനുഭവമാണ് ഉണ്ടായത്. കേരളത്തിന്റെ ഇന്നോളമുള്ള ചരിത്രത്തിന് ഏറ്റവും ഹൃദയഭേദകമായ മഹാദുരന്തം 2024 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം. ആ ദുരന്തം കണ്ട വിലയിരുത്താൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്നു. അപ്പൊ ചിലർ പറഞ്ഞു, പ്രധാനമന്ത്രി വയനാട്ടിൽ ഈ ദുരന്ത മുഖത്ത് നേരിട്ടെത്തിക്കൊള്ളണമെന്നില്ല, അദ്ദേഹം ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം നടത്തി പോകാനാണ് സാധ്യത. പലയിടത്തും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള ഊഹാമോഹങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് ദുരന്തഭൂമിയിലെത്തി. അദ്ദേഹം തന്റെ സ്വന്തം കണ്ണുകൊണ്ട് ആ ദുരന്തത്തിന്റെ ആഴം കണ്ടു. ആ ദുരന്തഭൂമിയിൽ കുറച്ചു ദൂരം അദ്ദേഹം കാൽനടയായി നടന്നു. അവിടെ തകർന്ന ദരിദ്രമായ ആ ഗ്രാമത്തിന്റെ വേദനകൾ നേരിട്ട് കണ്ടു. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നവരിൽ ചിലരെ സന്ദർശിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. അപ്പൊ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറഞ്ഞു, ഓ, ഇങ്ങനെ ഒരാളെയാണല്ലോ നിങ്ങൾ ഇത്ര വിമർശിച്ചത്. അദ്ദേഹം ആ വയനാട്ടിൽ തകർന്നടിഞ്ഞ മണ്ണിൽ കാൽനടയായി സഞ്ചരിക്കുന്നു. ആശുപത്രിയിൽ പോയി പരിക്കേറ്റവരെ നേരിട്ട് കാണുന്നു. ഒരു കൊച്ചുകുട്ടിയെ വാത്സല്യത്തോടെ ആശ്ലേഷിച്ച് ഒരു മുത്തവും കൊടുക്കും. പോരെ, ഒരു വേള നിഷ്കളങ്കരായ നമ്മുടെ വന്നവരെ സഖാക്കൾ കരുതി ഈ മഹാദുരന്തം കണ്ടപ്പോ പ്രധാനമന്ത്രിയുടെ മനസ്സലിഞ്ഞു കാണും, ഒരു ചെറിയ മാറ്റമുണ്ട് എന്ന് കരുതി. അങ്ങനെ കരുതിയവർ ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്, ഏത് മഹാദുരന്തം കണ്ടാലും മനുഷ്യത്വത്തിന്റെ നീരുളവ പുറപ്പെടാത്ത മനുഷ്യരാഹിത്യത്തിന്റെ കേന്ദ്രമാണ് സംഘപരിവാരം RSS. അവരെ മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല എന്ന് ഇപ്പൊ എല്ലാവരും നന്നായിട്ട് തിരിച്ചറിയുന്നു. ഇത് RSS ആണ്, മനുഷ്യരല്ല. മനുഷ്യരുടെ രൂപം മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ, മനുഷ്യത്വമില്ല. ആ ശരീരത്തിൽ മനുഷ്യരോട് കാരുണ്യവും അനുതാപവുമുള്ള ഒരു ഹൃദയമില്ല. എന്തിനാണ് വന്നത്? ഇപ്പൊ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, പ്രധാനമന്ത്രി നേരിട്ട് വയനാടിന്റെ മണ്ണിൽ വന്നത് ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കി ദുരന്ത നിവാരണത്തിന് നീക്കിവെച്ച പണം വയനാടിന്റെ പുനർനിർമ്മാണത്തിന് നൽകാൻ വേണ്ടിയല്ല, ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കാൻ വന്നതല്ല. ആ ദുരന്ത ഭൂമി കണ്ട് അവിടെ ചിതറിച്ചെറിഞ്ഞ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ കണ്ട് ഉറ്റവരെയും ഇടയവരെയും നഷ്ടപ്പെട്ടവരുടെ വിലാപങ്ങൾ കണ്ട് പരിക്കേറ്റ മനുഷ്യന്റെ വേദന കണ്ട് ആസ്വദിക്കാൻ കടന്നു വന്ന ഒരു ഡിസാസ്റ്റർ ടൂറിസ്റ്റാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അയാൾ ഒരു മനുഷ്യരല്ല എന്ന് തിരിച്ചറിയുന്നു. ഒരു ഉദ്ധിക ഈ ബജറ്റിൽ നീക്കി വെച്ചു. ഒരു ഒറ്റ രൂപ, ഒരു രൂപയ്ക്കൊന്നും ഇപ്പൊ ഒരു വിലയില്ല. ഒരു രൂപയ്ക്ക് പത്തേക്ക് കിട്ടും. ആ ഒരു രൂപ നീക്കി വെക്കാൻ തയ്യാറായി. വയനാട് ദുരന്തത്തിന് ആശ്വാസമെത്തിക്കാൻ, തകർന്നു പോയ വയനാടിനെ പുനർനിർമ്മിക്കാൻ, ഇന്നലെ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവർ, എല്ലാ സമ്പാദ്യവും ഒലിച്ചുപോയവർ, ഉറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ടവർ, അവസാനമായി സ്വന്തം കൂടപ്പിറപ്പുകളുടെ ചലനമറ്റ മൃതശരീരം പോലും കാണാൻ അവസരമില്ലാതെ പോയ ഹതഭാഗ്യം. അവര് ഡൽഹിയിലേക്ക് തീവണ്ടി കയറി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുന്നിൽ, പാർലമെന്റിന്റെ മുന്നിൽ അവിടെ പോയി സമരം ചെയ്യുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്കും നീതിക്ക് വേണ്ടി രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് മാർച്ച് ചെയ്ത് അവിടെ പോയി സമരം ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗതികേടാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു. പേരിന്റെ മാത്രം ദുരന്തമുണ്ടായ ചില സ്ഥലങ്ങൾ ഞാനതിനെ കുറച്ച് കാണുന്നതല്ല. പക്ഷേ അങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ. വയനാട് ദുരന്തവുമായി താരതമ്യപ്പെടുത്തിയ അവിടെയെല്ലാം വാരി കോരിക്കൊടുക്കും, നൂറുകണക്കിന് കോടി കൊടുക്കും. കേരളത്തോട് സമ്പൂർണമായ വിവേചനം, ശത്രുതാപരമായ സമീപനം, അതിനെയാണ് കേന്ദ്രം കേരളത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് ഞാൻ വിശേഷിപ്പിച്ചത്. അതിനെതിരെ നാം സമരത്തിക്കുന്നത്. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നു. ആളോഹരി അടിസ്ഥാനത്തിൽ നോക്കിയാൽ 4 കോടിയോളം വരുന്ന മനുഷ്യർക്ക് കേരളം
72,000 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തിന് അർഹതയുള്ള ഒരു നാടാണ്, ഒരു ജനതയാണ്. അതിന്റെ പകുതി തന്നോ നമുക്ക്? ആരുടെയും ഔദാര്യം വേണ്ട മലയാളിക്ക്. മലയാളികൾക്കിടയിൽ അപൂർവം ചിലർ ആണെങ്കിലും പൊതുവിൽ മലയാളികളെ പരിഗണിക്കുമ്പോൾ ആത്മാഭിമാനമുള്ള ജനതയാണ് മലയാളികൾ. അതില്ലാത്തത് വളരെ തുച്ഛം RSSകാർക്കുള്ളൂ. ബാക്കി എല്ലാവർക്കും ആത്മാഭിമാനമുണ്ട്. ആരുടെയും ഔദാര്യം വേണ്ട, അവകാശം തന്നേലി. ആളോഹരി അനുസരിച്ച് കണക്കാക്കിയാൽ ചുരുങ്ങിയത് 72,000 കോടിയുടെയെങ്കിലും ബജറ്റ് വിഹിതത്തിന് അർഹതയുണ്ട് ഈ നാളിൽ. തരുന്നുണ്ടോ? പാർലമെന്റിൽ തുടർച്ചയായി അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റുകളും നമുക്ക് അനുവദിക്കപ്പെടുന്നത് ഏതാണ്ട് അരുണാചൽ പ്രദേശിൽ നിന്ന് നീക്കിവെക്കുന്ന വിഹിതമാണ്. അരുണാചൽ പ്രദേശും കേരളവും തമ്മിൽ വല്ല സാമ്യവും. അരുണാചൽ പ്രദേശിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം എന്ന് പരിഗണിക്കുന്നുണ്ടെങ്കിലും ജനസംഖ്യയുടെയോ മറ്റോ കാര്യത്തിൽ കേരളവുമായ ഒരു താരതമ്യവും ആ സംസ്ഥാനത്തിനില്ല. എന്തിന് കേരളം? നമ്മുടെ ഈ ജില്ല, ആലപ്പുഴ ജില്ലയിലെ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയായിരിക്കും അരുണാചൽ പ്രദേശിലെ ജനസംഖ്യ. ചെറിയ വ്യത്യാസമാണ്. അതാണ് കേരളത്തിലെ ഒരു ജില്ലയുടെ പകുതി ജനസംഖ്യയുള്ള ഒരു നാടിന് കേന്ദ്ര ബജറ്റ് ലഭിക്കുന്ന പരിഗണനയാണ് കേരളം. ഇതാണ് യുദ്ധപ്രഖ്യാപനം. എന്തിനാണ് ഈ പക, ഇത്ര വലിയ പക കേരളത്തോട്? നാം എന്ത് തെറ്റ് ചെയ്തു? കേരളത്തോടുള്ള പകയുടെ കാരണം രാഷ്ട്രീയമാണ്, മറ്റൊന്നുമല്ല. രാഷ്ട്രീയമായ പക. കാര്യം വളരെ ലളിതമാണ്. കേരളത്തിന്റെ നിയമസഭയിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് ഒരൊറ്റ MLA ഇല്ല. ഒരൊറ്റ MLA. ഒന്നുണ്ടായിരുന്നു. കോൺഗ്രസ് ഉദാരമായ സംഭാവന നൽകിയപ്പോൾ കെട്ടിവെച്ച പണം കോൺഗ്രസ് നഷ്ടപ്പെടുകയും BJPക്ക് ഒരു MLA ഉണ്ടാവുകയും ചെയ്തു. ആ അക്കൗണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കൂട്ടി. കേരളത്തിൽ ഇപ്പോ BJPക്ക് MLA ഇല്ല. RSS നോക്കുമ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. എല്ലായിടവും സംഘപരിവാർ കുടിലതയുടെ മുൻപിൽ മുട്ടുമടക്കി പരാജയം സംഭവിക്കും. എന്നാൽ രാജ്യഭരണത്തിന്റെ പിൻബലമുണ്ടായിരുന്നിട്ടും RSSന്റെ അജണ്ടകളുടെ മുൻപിൽ, കൊടിയ വർഗീയ മുദ്രാവാക്യങ്ങളുടെ മുൻപിൽ തലകുടിക്കാനോ മണ്ഡലം വിളഞ്ഞാനോ മുട്ടുമടക്കാനോ തയ്യാറാവാതെ കേരളമെന്ന ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം പൊരുതി നിൽക്കുകയാണ്. RSSന് ചവിട്ടി നിൽക്കാൻ ഒരു പിടി മണ്ണ് വിട്ടുകൊടുക്കാത്ത ആത്മാഭിമാനമുള്ള മനുഷ്യരുടെ നാടായി ഈ കേരളം നിലനിൽക്കുന്നു. ഒരൊറ്റ MLA കൊടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങളെ അംഗീകരിക്കാത്തത് ഞങ്ങൾ പാഠം പഠിപ്പിക്കും. അതാണ് ഞങ്ങൾക്കൊരൊറ്റ MLA പോലും തരാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും എന്ന് RSS തീരുമാനിക്കുകയാണ്. ആ പാഠം പഠിപ്പിക്കലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് കൊല്ലുക, കേരളത്തെ തകർക്കുക, ഇതാണ് ഉദ്ദേശം. ഇപ്പൊ 2022 രണ്ടാം പിണറായി സർക്കാർ വന്ന് ഒരു കൊല്ലം പിന്നിട്ടതിന് ശേഷം മലയാള മനോരമ ദിനപത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയുടെ തലക്കെട്ട് ഓണം കഴിഞ്ഞാൽ ട്രഷറി കൂട്ടാൻ സാധ്യത എന്നായി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അടുത്തൊരു വാർത്ത വന്നു, ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാൻ സാധ്യത. അതിനുശേഷം കുറച്ചുനാൾ കൂടി കഴിഞ്ഞപ്പോ മലയാള മനോരമയുടെ സാമ്പത്തികകാര്യ ലേഖകൻ മനോരമ ഓൺലൈൻ വളരെ നീണ്ട ഒരു ഗവേഷണ സ്വഭാവമുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ആ റിപ്പോർട്ടിൽ മലയാള മനോരമയുടെ സാമ്പത്തികകാര്യ ലേഖകൻ സ്ഥാപിക്കാൻ ശ്രമിച്ചത് കേരളം വൈകാതെ സാമ്പത്തികമായി പാപ്പരായി ശ്രീലങ്ക പോലെ തകർന്നു പോകും എന്നായി. ഇപ്പൊ കൊല്ലം 3 കഴിഞ്ഞു. ഓണം കഴിഞ്ഞാൽ ട്രഷറി പൂട്ടും എന്ന് മനോരമ പറഞ്ഞിട്ട് 3 ഓണം കഴിഞ്ഞു. ട്രഷറി പൂട്ടിയോ? ഇല്ല. ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയോ? ഇല്ല. ശ്രീലങ്ക പോലെ പാപ്പരായി കേരളം തകർന്നോ? ഇതൊന്നും ഉണ്ടായില്ല. മനോരമയുടെ രാഷ്ട്രീയം നമുക്കറിയാവുന്നതുകൊണ്ട് മനോരമയുടെ ഒരു ആഗ്രഹമാണിത് എന്ന് സഖാക്കൾക്ക് ഉണ്ടാവും.
പക്ഷെ ഇക്കാര്യത്തിൽ നമുക്ക് മനോരമയെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇത് മനോരമയുടെ ഒരു ദുഷ്ടബുദ്ധി കൊണ്ട് തയ്യാറാക്കിയ വാർത്തയല്ല. വളരെ അപൂർവമായാണെങ്കിലും മനോരമ യാഥാർത്ഥ്യബോധമുള്ള വാർത്തയിൽ വല്ലപ്പോഴും കൊടുക്കാറുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള സമീപനം ശരിയായി മനസ്സിലാക്കി വിശകലനം ചെയ്ത മലയാള മനോരമയുടെ വിദഗ്ധരായ മാധ്യമ പ്രവർത്തകർ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അവർക്ക് ബോധ്യപ്പെട്ടു. കേന്ദ്രം ഇങ്ങനെ കേരളത്തോട് സമീപനം സ്വീകരിച്ചാൽ ട്രഷറിക്ക് കൊണ്ടുവരും, ശമ്പളം മുടങ്ങും, കേരളം കുറഞ്ഞു പോകും. അപ്പൊ ആ കാര്യം വാർത്തയായിട്ട് പ്രസിദ്ധീകരിച്ചതാണ്. സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ തുടങ്ങിയാൽ, ഇങ്ങനെ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചാൽ, ഒരു ഉപരോധം ഏർപ്പെടുത്തിയാൽ, കേന്ദ്രത്തിനുള്ള എല്ലാ വിഹിതവും ഗ്രാന്റും ഒക്കെ തടഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഒരു അവകാശം കടമെടുക്കാനുള്ള അവകാശമാണ്. ഭരണഘടനയിൽ പ്രത്യേകം എഴുതി വച്ചിരിക്കുകയാണ് കടമെടുപ്പ് അവകാശം. കടമെടുപ്പ് അവകാശം സംസ്ഥാനങ്ങളുടെ ആ അവകാശം തടഞ്ഞിരിക്കുകയാണ്. കേരളത്തിന്റെ ഭരണഘടനാപരമായ അവകാശം തടയുന്നു. സുപ്രീം കോടതിയിൽ നമ്മൾ കേസ് നടത്തുകയാണ് കേന്ദ്രത്തിനെതിരെ. നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ തരാനുള്ളത് കേന്ദ്രം തരുന്നില്ല. ഇവിടുത്തെ രീതിയെല്ലാം തിരിച്ചു കൊണ്ടുപോകുന്നു. കടമെടുക്കാൻ അനുവദിക്കുകയുമില്ല. ദുരന്തം വരുമ്പോ വിദേശ രാജ്യങ്ങൾ സഹായിക്കാനായി തയ്യാറാവുമ്പോ അത് തടയുന്നു. ഇങ്ങനെയുണ്ട് ഒരു ഗവൺമെന്റ്. മഹാപ്രളയം വന്നെങ്കിൽ ഈ ആലപ്പുഴ എത്ര വലിയ നഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചു വന്നു. ചെങ്ങന്നൂരിലും പരിസരങ്ങളിലുമാകെ ആ വാർത്തകൾ ലോകത്തിലെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോക സമൂഹം നമ്മളെ സഹായിക്കാൻ തയ്യാറായി. ആദ്യം സഹായ സന്നദ്ധതയുമായി മുമ്പോട്ട് വന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയി. അന്നത്തെ വാർത്തകൾ സൂചിപ്പിച്ചത് 1000 കോടിയോളം രൂപയുടെ സഹായം അതിൽ നിന്ന് ലഭിക്കുമായിരുന്നു എന്നാണ്. അതിന് കാരണമുണ്ട്. UAE ഇന്ന് കാണുന്ന വിധത്തിൽ രൂപപ്പെടുത്തിയെടുത്തതിൽ മലയാളി സമൂഹത്തിന് വലിയൊരു പങ്കുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവാസികളായി പോയ ലക്ഷക്കണക്കിന് ആളുകൾ UAE പല ഇമറേറ്റുകളിലുമായിരുന്നു. അവരുടെ കഷ്ടപ്പാടിന്റെയും പ്രയത്നത്തിന്റെയും കൂടി ഫലമാണ് ആഫ്രിക്ക UAE. അവർ ആ കാര്യത്തിൽ കേരളത്തെ വളരെ നന്ദിയോടെ, ആദരവോടെ, സ്നേഹത്തോടെ കാണുന്ന ഒരു സംവിധാനമാണ് UAE ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. സ്വാഭാവികമായും നമ്മളെ ഒരു സഹോദര പ്രദേശം പോലെ കണക്കാക്കുന്ന ഉദാരമതികളായ UAE ഭരണാധികാരികൾ കേരളത്തിന് ഒരു ദുരന്തമുണ്ടായപ്പോ അടിയന്തരമായി ഈ നാടിനെ സഹായിക്കണം എന്നാലോചിച്ചു. പക്ഷെ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കേന്ദ്ര ഗവൺമെന്റ് കർശനമായി അത് തടഞ്ഞു. ഒരു വിദേശ രാജ്യവും കേരളത്തെ സഹായിക്കാൻ പാടില്ല. വിദേശ സഹായം സ്വീകരിക്കുന്നതിൽ നിന്ന് കേരളത്തെ തടഞ്ഞു. എന്ത് പറഞ്ഞാണ് പറഞ്ഞത്? കേരളത്തിന്റെ ആവശ്യമായ സഹായം ഞങ്ങളോട് ഇന്ത്യ ഗവൺമെന്റ്, വിദേശികളാരും സഹായിക്കണ്ട, ഇത് ഞങ്ങളുടെ രാജ്യത്തിന്റെ പ്രശ്നമാണ്, കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, ഇതാണ് നിലപാട്. എന്നിട്ട് എന്ത് വന്നു? ആ പറഞ്ഞത് മാത്രം. നയാ പൈസ കേരളത്തെ സഹായിക്കാനായി നീക്കിവെച്ചില്ല. എന്നാൽ ഇതേ എല്ലാ രാജ്യങ്ങളിൽ നിന്നും നരേന്ദ്രമോദി എന്ന അന്നത്തെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി കൈ നീക്കി സഹായം വാങ്ങി. ഒരു മടിയുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തന്റെ സംസ്ഥാനത്ത് ദുരന്തമുണ്ടായപ്പോ ലോകരാജ്യങ്ങളിൽ നിന്നും സഹായം നേരിട്ട് വാങ്ങിയ ആളാണ് നരേന്ദ്രമോദി. അതേ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോ തന്റെ രാജ്യത്തെ ഒരു സംസ്ഥാനം വലിയ ദുരന്തത്തെ നേരിട്ടപ്പോൾ വിദേശത്ത് നിന്ന് പ്രവഹിക്കുമായിരുന്ന സഹായം തടഞ്ഞു. എന്നാൽ കേന്ദ്രം സഹായിക്കുമില്ല. ഏതോ ചില ജീവികളെ കുറിച്ച് തോന്നുന്നുണ്ട്, തിന്നുകയുമില്ല, തീറ്റിക്കുകയില്ല എന്നുള്ളത്. ഇതിന് സമാനമായ രൂപം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രതികരണങ്ങളിലൂടെ അന്ന് കേരളം തിരിച്ചറിഞ്ഞു. ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചാൽ കേരളത്തിന് പിടിച്ചു കൊടുക്കാനാകും. നമുക്ക് കടമെടുക്കാൻ നമ്മെ സമ്മതിക്കുന്നില്ല, വിദേശ സഹായം വാങ്ങാൻ സമ്മതിക്കുന്നില്ല, കേന്ദ്രം തരേണ്ട സഹായം തരുന്നില്ല.
പിന്നെ എങ്ങനെ ഒരു സംസ്ഥാനം മുന്നോട്ട് പോകും? സംസ്ഥാനം തകരും എന്ന കാര്യം ഉറപ്പ്. പക്ഷെ നമ്മൾ തകർന്നില്ല. എങ്ങനെ തകർന്നില്ല? അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ അസാധാരണവും അവിശ്വസനീയവുമായ ധനകാര്യ മാനേജ്മെന്റ്. KN ബാലഗോപാൽ എന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ ധനവകുപ്പ്, ആ ധനവകുപ്പിന്റെ അവിശ്വസനീയമായ ധനകാര്യ മാനേജ്മെന്റിന്റെ മികവ് ഒന്നുകൊണ്ട് മാത്രമാണ് കേരളം തകർന്നു പോകാതിരുന്നത്, ട്രഷറി കൂട്ടാതിരുന്നത്, ശമ്പളം മുടങ്ങാതിരുന്നത്. എല്ലാ പാഴ്ചിലവുകളും അവസാനിപ്പിച്ചു. അധിക വിഭവ സമാഹരണം, നികുതി കുടിശ്ശികയെല്ലാം ഊർജിതമായി തിരിച്ചെടുത്തു. ഓരോ രൂപയും അതീവ ജാഗ്രതയോടെ മാത്രം ചെലവഴിക്കുന്ന നിലയുണ്ടായി. നാം ഇന്ത്യയുടെ മുന്നിൽ വിശ്വസിക്കാനാവാത്ത ഒരു നാടായിട്ട് ഇപ്പം നിൽക്കുകയാണ്. തകർന്നാൽ ആവുന്നത്ര നോക്കുമ്പോൾ സംഘപരിവാർ, മരിച്ചാലും തകരില്ല എന്ന വാശിയോടെ നാം പിടിച്ചു നിൽക്കുന്നു ഈ കേരളം. ഇതാണ് വസ്തുത. ഇതിനിടയിലും ഇന്നലെ മുതൽ പെൻഷൻ കൊടുക്കാൻ തുടങ്ങി അല്ലേ? വാങ്ങിയവരൊരു പക്ഷേ ഈ കൂട്ടത്തിലുണ്ടാവും. ഇന്നലെ മുതൽ പെൻഷൻ ഒരു ഗഡു കൊടുക്കാൻ തുടങ്ങി, 1600 രൂപ. ഇന്ത്യ രാജ്യത്ത് 1600 രൂപ ക്ഷേമ പെൻഷനുള്ള ഒരേ ഒരു നാടേയുള്ളൂ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ കൊച്ചു കേരളം. പ്രധാനമന്ത്രിയുടെ നാട്ടിൽ അതില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ 1600 രൂപ പെൻഷൻ ഇല്ല. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഇങ്ങനെ ഒരു സംവിധാനമില്ല. അപൂർവം ചിലയിടത്ത് ക്ഷേമ പെൻഷനുണ്ട്, പക്ഷെ എത്ര കിട്ടും? ചില നാട്ടിലെ ക്ഷേമ പെൻഷൻ 200 രൂപയാണ്. 200 രൂപ. അങ്ങനെ എത്ര പേർക്ക്? 1,00,000 പേർക്ക്, 1,50,000 പേർക്ക് ഒക്കെ. കേരളത്തിനോ 1600 രൂപ, 62 ലക്ഷത്തോളം മനുഷ്യർ. അതാണ് 3.25 കോടിയിലധികം വരുന്ന ജനസംഖ്യയുണ്ട് എന്നാണ് കണക്ക്. അടുത്ത കാലത്തൊന്നും കണക്കെടുത്തിട്ടില്ല ഈ ഏകദേശ കണക്ക്. അതിൽ 62 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർക്ക് 1600 രൂപ ഓരോ മാസവും ഈ സാമ്പത്തിക യുദ്ധത്തെ നേരിടുന്ന ഈ കാലത്ത് കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. RSSകാർക്ക് സമനില തെറ്റില്ലേ? തെറ്റും. അപ്പൊ യുദ്ധം ഒന്നുകൂടി ശക്തിപ്പെടുന്നില്ല. നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ പള്ളിക്കൂടങ്ങൾ, ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ സഹായിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ഗവൺമെന്റ്. ഇപ്പോഴാ വരുന്ന നവംബർ മാസം 1-ാം തീയതി ലോകത്തിന്റെ ചരിത്രത്തിൽ അവിശ്വസനീയമായ ഒരു മഹത്തായ നേട്ടം നമ്മൾ നേടാൻ പോകും. ഒരു മഹാപ്രഖ്യാപനം വരാൻ പോകും. അത് മറ്റൊന്നുമല്ല, കേരളത്തിൽ ഇപ്പൊ പട്ടിണിയില്ല എന്ന് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നു. കേരളത്തിൽ പട്ടിണിയില്ല. എന്നാൽ വിശദമായ ഒരു പരിശോധന നമ്മൾ നടന്നു. അപ്പോ അതീവ ദയനീയ ജീവിത സാഹചര്യങ്ങളുള്ള കുറച്ച് മനുഷ്യരുണ്ട് എന്ന് കണ്ടെത്തി. അധികം പേരില്ല. എന്നാൽ ശരാശരി ഒരു ഗ്രാമപഞ്ചായത്തിലെത്താൻ ഒരു 10, 50, 60 പേരൊക്കെ ഇപ്പോഴും വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണ്. ചിലപ്പോൾ രോഗശൈലിയിലായ കുടുംബാംഗങ്ങളുണ്ടാവും. വീടിന്റെ ഏക വരുമാന മാർഗമായ ഗ്രഹനാഥൻ ചിലപ്പോ അസുഖം പിടിച്ച് കിടക്കുകയായിപ്പോയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പാടുകൾ. അതിദാരിദ്ര്യം, ആ വാക്കാണ് ഉപയോഗിക്കുക. അതിദരിദ്രരായ ഒരു 10-15,000 പേര് കേരളത്തിലുണ്ട് എന്ന് കണ്ടെത്തി. അവർ ജീവിതത്തിലെ വലിയ കഷ്ടപ്പാടുകൾ നേരിടും. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ മഹാമുന്നോട്ടും അങ്ങനെയുള്ളവരാണ്. പക്ഷെ നമ്മുടെ ഇവിടെ വളരെ കുറച്ചു പേർ ഇങ്ങനെയുണ്ട്. പക്ഷേ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കാഴ്ചപ്പാടും നയവുമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ നാട് ഭരിക്കുന്നു. വിശന്ന വയറുമായി ഒരു മനുഷ്യൻ പോലും കഷ്ടപ്പെടാൻ പാടില്ല എന്ന കാഴ്ചപ്പാടാണ്, രാഷ്ട്രീയ നിലപാടാണ് ഇവിടെ. അതിന്റെ ഭാഗമായി ഈ അതിദരിദ്രരായ മനുഷ്യരെ സഹായിക്കാൻ പ്രത്യേക പദ്ധതി കേരളത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അവരെ ഈ സർക്കാർ ദത്തെടുക്കുന്നതിന് സമാനമായ വിധം അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ പരിഹരിക്കാൻ നേരിട്ടവരെ സഹായിക്കുന്ന പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. അത് പൂർണ്ണതോതിൽ നടപ്പാവുന്നതോടെ അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറും. അതൊരു ലോകാത്ഭുതമാണ്. ഇത്തരത്തിലുള്ള ഒരു 3-4 ലോക രാജ്യത്ത്
ഇന്ത്യയെ പോലെ ഒരു മൂന്നാം ലോക രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ഒരു ഭൂപ്രദേശം ലോകത്തിലില്ല. ആ നേട്ടം നമ്മൾ നേടാൻ നേട്ടങ്ങളുടെ വഴി ഈ സാമ്പത്തിക യുദ്ധത്തെ നേരിട്ടു അടിമറാതെ കേരളത്തിലെ ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നു. വ്യവസായ രംഗത്തെ വളർച്ച ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതാണ് തിരുവനന്തപുരത്തെ ലോകസഭാംഗം കോൺഗ്രസിന്റെ നേതാവ് മിനിഞ്ഞാന്ന് വരെ മാധ്യമങ്ങൾക്ക് വിശ്വപൗരനായിരുന്ന ശശി തരൂർ കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയെ ശ്ലാഘിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പത്രത്തിൽ ലേഖനം എഴുതി. അദ്ദേഹം ബോധപൂർവ്വം എഴുതിയതാണ് ഇംഗ്ലീഷ് പത്രത്തിലെ ലേഖനം. അത് തന്റെ അനുയായികൾ എന്തായാലും വായിക്കില്ല എന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ ചില മലയാള പത്രങ്ങൾ പറ്റിച്ചു. അവരത് മലയാളത്തിലേക്കാക്കി ഇവിടെ ഒരു വിവാദ സാധ്യത വെച്ച് പ്രചരിപ്പിച്ചു. അദ്ദേഹം കണ്ണിൽ കണ്ടത് പറഞ്ഞതാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക വളർച്ച എറണാകുളത്ത് നടത്തിയ ആഗോള നിക്ഷേപക സംഗമം കഴിഞ്ഞപ്പോ ലോകത്തിലെ എണ്ണം പറഞ്ഞ വലിയ കമ്പനികൾ ഈ കേരളത്തിലേക്ക് വരുന്നു, ധാരണാപത്രം ഒപ്പിടുന്നു. നമ്മുടെ നാട്ടിലെ ആലപ്പുഴയും കോട്ടയം എറണാകുളവും തിരുവനന്തപുരവും കണ്ണൂരും കോഴിക്കോടും എല്ലാമുള്ള അഭ്യസ്തരായ ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യത ഇവിടെ രൂപപ്പെട്ടു വരികയാണ്. നമ്മുടെ നാട് യഥാർത്ഥ നവകേരളമായി വളരാൻ പോവുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കിയപ്പോ ശശി തരൂർ ഈ നാടിനെ അഭിനന്ദിച്ച് അദ്ദേഹം ലേഖനം എഴുതി. അന്ന് മുതൽ ഒരു വിഭാഗം കോൺഗ്രസ്, ഒരു വിഭാഗം UDF സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശശി തരൂരിന്റെ പിതൃ പരമ്പരകളെ സ്മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തന്തയ്ക്ക് വിളിക്കുകയാണ്, തെറി വിളിക്കുകയാണ്. ഇങ്ങനെ വിളിച്ചിട്ട് വല്ല കാര്യം, സത്യം പറയുന്ന ഒരാളെ തെറി വിളിച്ചിട്ട് വല്ല കാര്യം. ഇതൊരു കോൺഗ്രസിന്റെ വിഷയമാണ്, ഞാനതിനൊന്നും ഇടപെടാൻ പോകുന്നില്ല. പക്ഷേ ശശി തരൂർ മാത്രം ആണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നാരും കരുതണ്ട. കേരളത്തിലെ ഗണ്യമായ ഒരു വിഭാഗം ആളുകൾ രാഷ്ട്രീയത്തിന് അതീതമായി, രാഷ്ട്രീയമൊന്നും നമ്മുടെ ആയിരിക്കില്ല, നമ്മളെ വിമർശിക്കുമെങ്കിൽ എതിർക്കും, ചില പരിഭവം പറയും, ദേഷ്യപ്പെടുമെങ്കിൽ നേരിട്ട് കാണുന്നു. പാർലമെന്റിലേക്ക് അത് വോട്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെയെല്ലാമുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ അവർക്കിടയിൽ വളരെ ദൃഢമായി വരുന്ന ചില നിലപാടുകളും കേരളത്തിലെ ഗണ്യമായ ഒരു വിഭാഗം ആളുകൾ രാഷ്ട്രീയത്തിന് അതീതമായി ഇപ്പോൾ ഉറച്ചു പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും കേരളം ഭരിക്കാൻ നല്ലത് LDF ആണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന നിലപാടാണ്. ആ മാറ്റമാണ് ശശി തരൂർ പ്രകടിപ്പിച്ചത്. ഇന്നലെ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രി, KPCCയുടെ മുൻ പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞില്ലേ, മൂന്നാം ഊഴത്തിനുള്ള സാഹചര്യമാണ് ഇപ്പൊ കേരളത്തിലുള്ളത് എന്നാണ്. വീണ്ടും ഇടതുപക്ഷം വരും പറയുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പരമ്പരകളെ അനുസ്മരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ്. അതുകൊണ്ട് ഒരു കാര്യമില്ല, നാട്ടിൽ വരുന്ന മാറ്റം കാണണം. ഇടതുപക്ഷം ഉള്ളതുകൊണ്ട് സംഘപരിമാനത്തിന്റെ മുന്നിൽ നാം പൊരുതി നിൽക്കും. മുട്ടുമറക്കാതെ ഈ നാട് പോകുന്നു, ട്രഷറി കൂട്ടാതെ ഈ നാടിനെ കാക്കുന്നു, പെൻഷൻ മുടങ്ങാതെ പാവപ്പെട്ടവരെ സഹായിക്കും. കേരളം ഒരൊറ്റ ജനതയായി നിൽക്കണം. ഈ ആലപ്പുഴയിൽ കോൺഗ്രസ്സുകാരുണ്ടാവും, RSSകാരുണ്ടാവും. ഈ നാട്ടിൽ വിവിധ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരോടൊന്നും നമുക്കൊരു വെറുപ്പില്ല, വിദ്വേഷമില്ല. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോ പല നിലപാട് സ്വീകരിച്ചുകൊണ്ടേയിരുന്നു. അവരോടെല്ലാം CPIM-ന് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്തുമാവട്ടെ, അതൊക്കെ നിങ്ങൾ ആലോചിച്ച നിലപാട് സ്വീകരിച്ചോളൂ. പക്ഷേ ഇത് കേരളത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ നാടിനെ തകർക്കാൻ ഒരു നീക്കം നടക്കും. ആ നീക്കം രാഷ്ട്രീയത്തിന് അതീതമായി പ്രതിരോധിക്കണം. നമ്മൾ മലയാളികളും ഇന്ത്യയിലെ പൗരന്മാരാണ്. ഈ കേരളം ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമാണ്. ഫെഡറൽ സംവിധാനം മാനിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ഭരണഘടനാപരമായി കേരളത്തിന് അർഹതപ്പെട്ടത് നമുക്ക് ലഭിച്ചേ തീരൂ. അത് തരാതിരിക്കുന്നത്, അത് പിടിച്ചു വെക്കുന്നത്, വെട്ടിക്കുവയ്ക്കുന്നത്, ഈ കേരളത്തെ പകർത്താൻ തോന്നുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. ആ കുറ്റം നട്ടലോടെ ആർജവത്തോടെ ചോദ്യം ചെയ്യേണ്ടതാണ്. അത് ചോദ്യം ചെയ്യാൻ ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന CPIM ആണ് ഇങ്ങനെ ഒരു മഹാപ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. രാഷ്ട്രീയ വിയോജിപ്പുകൾ എന്തുതന്നെയുണ്ടെങ്കിലും
കേരളത്തിന്റെ പൊതു നന്മയെ കരുതി, മലയാളികളുടെ ഭാവിയെ കരുതി, ഈ നാടിന്റെ നാളെയെ കരുതി ഈ സമരമുഖത്ത് അണിനിരക്കാൻ കേന്ദ്ര നയങ്ങൾ തീരുമാനിക്കുന്ന RSSന്റെ മനുഷ്യത്വരഹിതമായ കേരള വിരുദ്ധമായ നിലപാടുകളെ തുറന്നു നിർത്താനും കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ സമരമുഖത്ത് വർദ്ധിത വീര്യത്തോടെ അടിയുറച്ചു നിർത്താനും ഈ നാടാകെ സന്നദ്ധമാവണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ആലപ്പുഴയിൽ CPIMന്റെ നേതൃത്വത്തിൽ ഇന്ന് കാലത്ത് മുതൽ ഇവിടുത്തെ പാസ്പോർട്ട് ഓഫീസിന്റെ മുന്നിൽ നടക്കുന്ന ഈ വർദ്ധിച്ച ബഹുജന സമരം നമ്മളെല്ലാം ചേർന്ന് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്ക് അവസാനിപ്പിക്കുന്നു. അഭിവാദനം.